നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാന്റെ മാതാവ് ഷെമി ആശുപത്രി വിട്ടിരിക്കുകയാണ്. ശുഭകരമായിട്ടുള്ള വാർത്തയാണ്. അഫാന്റെ ആക്രമണത്തിൽ അന്ന് രക്ഷപ്പെട്ടത് ഉമ്മയായിട്ടുള്ള ഷെമി മാത്രമായിരുന്നു. ഗുരുതരമായിട്ടുള്ള പരിക്കുകളോട് കൂടിയിട്ടായിരുന്നു ഷെമിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അഫാന്റെ ആക്രമണത്തിൽ തലയ്ക്കായിരുന്നു ഷെമിക്ക് ഗുരുതരമായിട്ടുള്ള പരിക്ക് പറ്റിയത്. ഏകദേശം 17 ദിവസങ്ങൾക്ക് ശേഷമാണ് കഴിഞ്ഞ ദിവസം രാത്രിയോട് കൂടിയിട്ട് ഷെമി ആശുപത്രി വിട്ടത്. വെഞ്ഞാറമൂട് കുറ്റുമൂടുള്ള സ്നേഹസ്പർശം കെയർ ഹോമിലേക്കാണ് ഷെമിയെ മാറ്റിയിരിക്കുന്നത്. ബന്ധുവീടുകളിലേക്കൊന്നും പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കുടുംബമുള്ളത്. കാരണം 5 ക്രൂര കൊലപാതകമാണ് അവരുടെ സ്വന്തം വീട്ടിൽ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വീട്ടിലേക്കോ നാട്ടിലേക്കോ അടുത്ത ബന്ധുവീട്ടുകളിലേക്കെല്ലാം പോയി കഴിഞ്ഞാൽ ഇത് വീണ്ടും ഒരു ചർച്ചയാകും. അത് നിലവിൽ ഷെമിയുടെ ആരോഗ്യനിലയാകും. കാരണം അവർ മാനസികമായും ശാരീരികമായും തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സ്നേഹസ്പർശം കെയർ ഹോമിലേക്ക് ഷെമിയെ മാറ്റിയത്. അവിടെയും ഷെമിക്ക് മികച്ച രീതിയിലുള്ള ഒരു പരിരക്ഷ തന്നെയായിരിക്കും ലഭിക്കുക. മാനസിക പിന്തുണയും ശാരീരിക പിന്തുണയും എല്ലാം തന്നെ അവിടെ ഷെമിക്ക് നൽകുവാനായിട്ട് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ചിലരുടെ സഹായത്തോടെ ഷെമിയെ ആശുപത്രിയിൽ നിന്ന് നേരെ കെയർ ഹോമിലേക്ക് മാറ്റിയിരിക്കുന്നത്. പാങ്ങോടുള്ള ബന്ധുവീട്ടിൽ കൊണ്ടുവരാൻ കഴിയില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞിരുന്നു. ഫെബ്രുവരി 24-നായിരുന്നു നാടിനെ നടുക്കിയ ഈ ഒരു വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നടന്നിരിക്കുന്നത്. ഇപ്പോഴും എന്താണ് കൃത്യമായി നടന്നതെന്നും തൻ്റെ മൂത്ത മകനാണ് ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ചെയ്തതെന്നൊന്നും കൃത്യമായിട്ട് ഷെമിക്ക് അറിയില്ല. പക്ഷേ ഘട്ടങ്ങളായിട്ട് ഷെമിയോട് കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കുന്നുണ്ട് ബന്ധുക്കളും അതുപോലെ തന്നെ ഭർത്താവായിട്ടുള്ള റഹീമും ചേർന്ന്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ എത്രയൊക്കെ പറഞ്ഞാലും അവരൊരു അമ്മയാണ്, ഭാര്യയാണ്. അവർക്കൊരു മകനെ നഷ്ടപ്പെട്ടു. മാത്രമല്ല ഈ മറ്റൊരു മകനെ അവർക്ക് ജയിലിലേക്ക് പോവുകയാണ്. ഈ ക്രൂരകൃത്യങ്ങളെല്ലാം ചെയ്തത് മറ്റൊരു മകനാണ് എന്നുള്ള നടുക്കുന്ന വിവരം കൂടി ഇനി അവരത് അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അത് താങ്ങുമെന്നുള്ള ആശങ്ക എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഇപ്പോൾ മികച്ച രീതിയിലുള്ള ഒരു മാനസിക പിന്തുണ ആവശ്യമുള്ള സമയമാണ്. അതുകൊണ്ടാണ് ബന്ധുവീട്ടുകളിലേക്കൊന്നും തന്നെ പോകാതെ കെയർ ഹോമിലേക്ക് ഇപ്പോൾ ഷെമിയെ മാറ്റിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. പിതൃമാതാവ് സൽമ ബീവി, പിതൃസഹോദരൻ ലത്തീഫ്, ഭാര്യ സാജിദ ബീവി, സഹോദരൻ അഫ്സാൻ, പെൺസുഹൃത്ത് ഫർസാന എന്നിവരെയായിരുന്നു അഫ്സാൻ കൊലപ്പെടുത്തിയത്. ആദ്യം ആക്രമിച്ച ഉമ്മയായിട്ടുള്ള ഷെമി മരിച്ചെന്നായിരുന്നു അഫാൻ കരുതിയിരുന്നത്. 5 കൊലപാതകങ്ങൾക്ക് ശേഷം അഫാൻ എലിവിഷൻ കഴിക്കുകയും പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. തിരിച്ച് മറ്റുള്ള കൊലപാതകങ്ങൾ നടത്തിയതിനു ശേഷം തിരിച്ച് വീട്ടിലെത്തിയപ്പോഴായിരുന്നു ഉമ്മയ്ക്ക് വീണ്ടും അനക്കമുണ്ടെന്ന് അഫാൻ തിരിച്ചറിഞ്ഞത്. വീണ്ടും ഉമ്മയെ ആക്രമിച്ചതും അപ്പോഴും അഫാൻ കരുതി ഉമ്മ മരിച്ചെന്ന്. പക്ഷേ അപ്പോഴും അവർക്ക് ജീവൻ ബാക്കിയുണ്ടായിരുന്നു. നിമിഷ നേരം കൂടി വൈകുകയായിരുന്നെങ്കിൽ, പോലീസ് അവിടെ എത്താൻ വൈകുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരുടെ ജീവനും കൂടി ആപത്തിലാകുമായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ടാണ് അവരുടെ ജീവനെങ്കിലും രക്ഷിക്കാനായത്. കിളിമാനൂർ പോലീസ് കസ്റ്റഡിയിലായിരുന്ന അഫാനെ 2ാം ഘട്ട തെളിവെടുപ്പ് പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതേസമയം ജീവിതത്തിൽ താൻ കടുത്ത പ്രതിസന്ധി നേരിടുകയാണെന്ന് അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം വെളിപ്പെടുത്തിയത്. മകന്റെ പ്രവൃത്തി കാരണം ബന്ധുക്കൾക്കിടയിൽ അടക്കം തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് താനെന്ന് റഹീം ഒരു മാധ്യമത്തോട് വെളിപ്പെടുത്തി. അഫാനോട് പൊരുത്തപ്പെടാൻ സാധിക്കില്ലെന്നും അബ്ദുൾ റഹീം പറഞ്ഞിട്ടുണ്ട്. മകൻ അഫാൻ ഇതെല്ലാം ചെയ്തെന്ന് ഇനിയും വിശ്വസിച്ചിട്ടില്ല ഭാര്യ ഷെമി. തൻ്റെ മകൻ അങ്ങനെ ചെയ്യില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് ഷെമി ഇപ്പോഴും. കുഞ്ഞുമകൻ്റെ കാര്യമാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഘട്ടഘട്ടമായി പറഞ്ഞിട്ടുണ്ട്. കരച്ചിൽ മാത്രമേ ഉള്ളൂ, വിങ്ങിക്കരയുന്നുണ്ട്, പ്രതികരിക്കുന്നില്ല. അല്ലെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് അവർക്ക് പറയാനുണ്ടാവുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാൻ. കരയാൻ മാത്രമേ ആ സാഹചര്യത്തിൽ ആ ഉമ്മയെ കൊണ്ട് സാധിക്കുകയുള്ളൂ. എന്നിരുന്നാലും പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയിട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം ധൈര്യം സംബന്ധിച്ച് അവർ ജീവിതത്തിലേക്ക് തിരികെ വരട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം, നമുക്കും പ്രാർത്ഥിക്കാം. അഫാനാണ് ഇതൊക്കെ ചെയ്തതെന്നും പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും അവരിതൊന്നും വിശ്വസിച്ചിട്ടില്ല. അവൻ അങ്ങനെ ചെയ്യില്ലെന്നാണ് പറഞ്ഞതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സന്തോഷം നിറഞ്ഞ ജീവിതമായിരുന്നു തങ്ങളുടേതെന്നും കോവിഡിന് ശേഷം തനിക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി എന്നതും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ബിസിനസ്സിൽ നഷ്ടമുണ്ടാവുകയായിരുന്നുവെങ്കിലും ചിലവിനുള്ള പണം വീട്ടിലേക്ക് അയച്ചു കൊടുക്കുമായിരുന്നു.
വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിലെ ഒരു അസിസ്റ്റന്റ് മാനേജർ തന്റെ കുടുംബത്തെ നിരന്തരം പണത്തിന്റെ പേരിൽ ബുദ്ധിമുട്ടിച്ചിരുന്നുവെന്നും റഹീം പറയുന്നുണ്ട്. ജപ്തി ചെയ്യാൻ തടസ്സമില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു പേപ്പർ ഒപ്പിട്ട് വാങ്ങിയിരുന്നുവെന്ന് ഷെമി തന്നോട് പറഞ്ഞതായും അദ്ദേഹം വ്യക്തമാക്കി. വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിൽ നിന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 15 ലക്ഷം രൂപ ഹൗസിംഗ് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അത് അടച്ചിരുന്നു. പിന്നീട് അതിൽ കുറച്ച് പണം മിച്ചം വരികയും ബാധ്യത കൂടി വരികയുമായിരുന്നു. തട്ടത്തുമലയിലെ ബന്ധുവിന്റെ കയ്യിൽ നിന്ന് 4 ലക്ഷം രൂപ വാങ്ങുകയും കുറച്ച് സ്വർണവും പണയം വെച്ചിട്ടുണ്ടെന്നാണ് തന്നോട് പറഞ്ഞത്. ഈ 2 കടം മാത്രമേ തനിക്ക് അറിയാവുന്നതായിട്ടുള്ളൂ. ഇത്രയും കടം എങ്ങനെ വന്നുവെന്ന് അറിയില്ല. 40 ലക്ഷം രൂപ എങ്ങനെ കടം വന്ന കാര്യം ഇതുവരെയും തനിക്ക് അറിയില്ലെന്നാണ് റഹീം വെളിപ്പെടുത്തിയിരിക്കുന്നത്. സംഭവത്തിന് ഒരാഴ്ച മുമ്പാണ് അഫാൻ തന്നോട് സംസാരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. പേരുമലയിലെ വീട് വിൽക്കുന്ന കാര്യം ഉൾപ്പെടെയാണ് സംസാരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. പണ്ടത്തെ പോലെ വരുമാനമില്ലെന്നും അതിനനുസരിച്ച് ജീവിക്കണമെന്നും താൻ ഭാര്യയോടും മകനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. വണ്ടി 2 ലക്ഷം രൂപയ്ക്കാണ് വിറ്റതെന്നാണ് പറഞ്ഞതെന്നും 4 ലക്ഷം രൂപയ്ക്കാണ് വിറ്റതെന്ന് ഇപ്പോഴാണ് അറിയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മകൻ വഴിതെറ്റിപ്പോകുമെന്ന് താൻ കരുതുന്നില്ലായിരുന്നെന്നും അദ്ദേഹം വ്യക്തമാക്കി. അഫാൻ കൊലപ്പെടുത്തിയ ഫർസാനയുടെ കുടുംബത്തെ കാണാൻ ആഗ്രഹമുണ്ടെന്നും അബ്ദുൾ റഹീം പറഞ്ഞിട്ടുണ്ട്. ഫർസാനയുടെ കാര്യം എന്നോട് പറഞ്ഞിരുന്നു. സമയമാകട്ടെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് പിന്നീട് അന്വേഷിച്ചിരുന്നില്ല. അവരുടെ വീട്ടിലൊന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഏതായാലും ഫർസാനയുടെ വീട്ടുകാർ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നുള്ള കാര്യവും അറിയില്ല. കാരണം അവരുടെ മകളെയാണ് അവർക്ക് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട രീതിയിൽ അവർക്ക് തിരികെ ലഭിച്ചത്. അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടുകാർ ഇതെങ്ങനെ താങ്ങും, അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ റഹീമിനെ കാണാനായിട്ട് സമ്മതിക്കുമോ എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല. താൻ നാട്ടിലില്ലാതിരുന്ന സമയത്ത് രക്ഷാകർത്താവിനെ പോലെ അനുജനെ കൊണ്ട് നടന്നിരുന്ന അഫാനെയും അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട്. അഫാൻ ഇങ്ങനെയായെന്ന് അറിയില്ല. മകൻ PUBG ഗെയിം കളിച്ചിരുന്നത് മാത്രം അറിയാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പ്രതി അഫാനുമായി 2ാം ഘട്ട തെളിവെടുപ്പ് പോലീസ് പൂർത്തിയാക്കിയിരുന്നു. കൊല്ലപ്പെട്ട പിതൃ സഹോദരൻ ലത്തീഫിന്റെ SN പുരത്തെ വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. കിളിമാനൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് അഫാനെ എത്തിച്ചത്. തെളിവെടുപ്പിനായി ബോംബ് സ്ക്വാഡിനെയും എത്തിച്ചിരുന്നു. കൊലയ്ക്ക് ശേഷം വലിച്ചെറിഞ്ഞ മൊബൈൽ ഫോൺ കണ്ടെത്തുന്നതിനായാണ് ബോംബ് സ്ക്വാഡിനെ എത്തിച്ചത്. പരിശോധനയിൽ ഫോൺ കണ്ടെത്തി. പിതൃ സഹോദരൻ ലത്തീഫിനെ കൊലപ്പെടുത്തിയത് സ്ഥിരമായുള്ള കുത്തുവാക്കുകളിൽ മനംനൊന്താണെന്നും പ്രതി അഫാൻ പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു. തലക്കടിച്ച് കൊലപ്പെടുത്തുന്നതിന് തൊട്ടു മുമ്പ് തന്റെ കുടുംബത്തെ നശിപ്പിച്ചത് നിങ്ങളാണെന്ന് അഫാൻ ലത്തീഫിനോട് പറഞ്ഞിരുന്നു. സോഫയിൽ നിന്ന് ലത്തീഫിന്റെ എതിർവശത്ത് വന്നിരുന്ന അഫാൻ പെട്ടെന്ന് ബാഗിൽ നിന്ന് ചുറ്റികയെടുത്ത് തലക്കടിച്ചു. ബഹളം കേട്ടെത്തിയ ലത്തീഫിന്റെ ഭാര്യ സജിദ ബീവി നിലവിളിച്ചുകൊണ്ട് അടുക്കള ഭാഗത്തേക്ക് ഓടി. പുറകെ ഓടി അഫാൻ സജിദ ബീവിയെ മടിച്ചു വീഴ്ത്തി. ഈ സമയം ലത്തീഫിന്റെ മൊബൈലിലേക്ക് ഒരു കോൾ വന്നതോടെ അഫാൻ ആ ഫോണും കൈക്കലാക്കി. സംഭവശേഷം പുറത്തേക്ക് ഇറങ്ങിയ അഫാൻ ലത്തീഫിന്റെ ഫോൺ സമീപത്തെ കുഴിയിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. ഫോൺ വലിച്ചെറിഞ്ഞ സ്ഥലം അഫാൻ പോലീസിനോട് പറഞ്ഞു കൊടുത്തു. സജിദ ബീവിയോട് വൈരാഗ്യമൊന്നും ഉണ്ടായിരുന്നില്ലെന്നും വിവരം പുറത്തു പറയുമെന്നതിനാലാണ് അവരെയും കൊലപ്പെടുത്തിയതെന്നാണ് അഫാൻ പറഞ്ഞത്. അഫാന്റെ മാതാവ് ഷെമി നടത്തിയിരുന്ന ചിട്ടി പൊളിഞ്ഞതോടെ വീടും സ്ഥലവും വിറ്റ് കടങ്ങൾ തീർക്കാൻ ലത്തീഫ് ഉപദേശിച്ചിരുന്നു. ആർഭാട ജീവിതമാണ് കടങ്ങൾ പെരുകാൻ കാരണമെന്നും ഷെമിയോടും അഫാനോടും ലത്തീഫ് പറഞ്ഞിരുന്നു. ലത്തീഫിന് 80,000 രൂപയോളമാണ് ഷെമി നൽകാനുണ്ടായിരുന്നത്. ഈ പണം മര്യാദയ്ക്ക് തിരിച്ചു നൽകണമെന്ന് ലത്തീഫ് ഇടയ്ക്കിടെ പറയുമായിരുന്നു. ഇതാണ് ലത്തീഫിനെ കൊല്ലാനുള്ള കാരണമായിട്ട് അഫാൻ പറഞ്ഞിരിക്കുന്നത്.